കുടുംബം ആത്മഹത്യ. ഞാനങ്ങോട്ട് പൈസ എന്റെ ആത്മഹത്യയുടെ ഉത്തരവാദി അവരാ. ഓരോ അമ്മമാർക്ക് ഓരോ മക്കൾക്ക് പൈസ അങ്ങനെ ഓരോന്നിനും വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ പലിശ എടുത്ത് ചെലവ് കഴിയാൻ ഞങ്ങൾ നോക്കുന്നത്. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം എല്ലാരും എഴുതി വെച്ചിട്ട് ഇന്നത്തെ 90% ആൾക്കാരും ആത്മഹത്യ ചെയ്യാൻ തയ്യാറായിരിക്കുക. ഈ കോഴി കുടുംബമാണെന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്. ഞങ്ങൾ ആരും വിളത്തില്ല, വെറുതെ വിളത്തില്ല. 55 വർഷമായിട്ട് ഞങ്ങളെ വഞ്ചിക്കായിരുന്നു. 55 വർഷമായിട്ട് സ്ഥാപനം അവൻ ഞങ്ങളെ വഞ്ചിക്കായിരുന്നു. ഞങ്ങളെ വഞ്ചിക്ക് എന്റെ മോളെ കെട്ടിക്കാനുള്ള പൈസയാണ് വിറ്റ് കൊടുത്തിരിക്കുന്നത്. 10 വർഷം കൊണ്ട് ഇതിനകത്ത് ഇടപാടുള്ളവനാണ്. 10 വർഷം കൊണ്ട് ഇടപാടുള്ളതാണ്. ഞാൻ ഗൾഫ് കഷ്ടപ്പെട്ട പൈസയാണ്. എന്റെ പൈസ എനിക്ക് കിട്ടിയേ തീരും. പിന്നെ ഇതല്ല ഞാൻ ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഇവരുടെ കുടുംബത്തിന്റെ പേര് മൊത്തം ഇവനും ഇവന്റെ മക്കളും ഇവന്റെ കൊച്ചുകുടുംബം ഇവന്റെ കൊച്ചുമക്കളുടെ പേര് വരെ എഴുതി വെച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തുള്ളൂ. കുടുംബമായിട്ട് എന്റെ പൈസ മൊത്തം പൈസ കിട്ടിയേ പറ്റുള്ളൂ. ഒരു പൈസ പോലും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ഈ 30 വർഷം കേൾവിക്കരുത് കഷ്ടപ്പെട്ട പൈസയാണ് എനിക്ക് കിട്ടിയേ പറ്റും. അതിന് യാതൊരു സംശയമില്ല. കൂടെ എത്ര ജനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ചുള്ളിക്കാട്ടിൽ കോഴിയുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ ആസൂത്രമായിട്ടാണ് ഈ പട്ടിക്കൽ ആൾക്കാരെ പറ്റിച്ചത്. അതിലെ എല്ലാ ബ്രാഞ്ച് മാനേജർമാർക്കും ആൾക്കാരുണ്ട്. എല്ലാ ആൾക്കാരും ഒരു സൈഡാണ്. അവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ആ കാര്യങ്ങൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങളുടെ ജീവനുള്ളിടത്തോളം കാലം ഇത് ഞങ്ങൾ പൊരുത്തിക്കൊണ്ടേയിരിക്കും. കേരള ഗവൺമെന്റ് അതിന് നടപടിയെടുക്കണം. സർക്കാർ നടപടിയെടുത്തെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മുടെ സർക്കാർ ഇവിടെ 5000 കുടുംബങ്ങൾ തട്ടിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മുഴുവൻ ഏകദേശം 5000 FIR വേണമെന്നുള്ളത് സാമാന്യ രീതിയിലുള്ള ചിന്താഗതിയല്ല. കാരണം സമാനമായിട്ടുള്ള സരിത കേസിൽ ഉൾപ്പെടെ ഓരോ സ്റ്റേഷനിലും FIR വന്നില്ലേ. ഇവിടെ എന്താണ് തോന്നി മാത്രം. നമുക്ക് ഗവൺമെന്റിന് പരിപൂർണ്ണ വിശ്വാസമാണ്. പക്ഷേ ഈ 65 വർഷവും സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്താൻ